പോകരുത്, മിണ്ടി പോകരുത്. മിണ്ടി എല്ലാത്തിനും കാച്ചു കളയും ഞാൻ. സംസാരിക്കുന്നവരുടെ പേര് എഴുതണോ? ദുരന്തൻ ക്ലാസ്സിലെ മുന്തിയനം പഠിപ്പികളെ എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ഓക്കെ, എന്നാ ഞാനൊരു 45 ഡിഗ്രി മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കാം. ചേരരാഘവ, എന്റെ പ്രിയ മിത്രമേ, കഴിഞ്ഞ ജന്മത്തിൽ നീ ചേരരാഘവനായിരുന്നു. ഒരു രാജ്യത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്നു, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ആ രാജ്യത്തിന്റെ പേര് കുർപ്പുരി. പാനിപൂരി കുർക്കുറെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കുർപ്പുരി ആദ്യം കേട്ടോ. പട്ടി, പൂച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ നിൽക്കുന്നതാണ്. ഭയങ്കര സംഭവം ഉണ്ടാ. നമുക്ക് മാർക്കറ്റിനോട് പോയി നിൽക്കാൻ പറ്റില്ല. ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇവരിതെല്ലാം കഴിക്കും. ഇവര് കഴിക്കാത്ത സാധനങ്ങൾ പറഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവർ പറഞ്ഞത് 4 കാലുള്ള എല്ലാത്തിനും ഇവർ കഴിക്കും. ഒരു സാധനം ഒഴിച്ച്, ടേബിൾ ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുന്ന പറഞ്ഞത്. ഇപ്പോഴും പാൽക്കുപ്പി എന്ന് വിളിച്ച് കളിയാക്കലുണ്ടോ? ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ആരും നമ്മളെ അങ്ങനെയൊന്നും വിളിച്ച് കളിയാക്കലൊന്നുമില്ല. ഒരു 2 ദിവസം മുമ്പാണ്. പറയൂ കന്യക, നമുക്ക് സമയം കളയാൻ ഒട്ടുമില്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? പറയൂ. മാഡം, എന്റെ ഭർത്താവ് ഒരു ചെത്തുകാരനാണ് മാഡം. ചെത്ത് നടക്കുന്ന ഒരു പയ്യനെ കിട്ടുന്നത് ഭാഗ്യമല്ലേ കന്യകെ? അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെന്താ പ്രശ്നം? ഇത്രയും ചെത്ത് നടക്കുന്ന ഒരു പയ്യനെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അത് കന്യകയുടെ ഭാഗത്തും തെറ്റുകയാണ്. Brand new iPhone 14 Pro. Let's unbox this baby. സോറി, നമ്മുടെ സ്വകാര്യ നിമിഷമായിരുന്നു. ഞാൻ പെട്ടെന്ന് അയ്യ, കക്കൂസ് കുഴിയിൽ കൈയിട്ടേ. ബ്ലാക്ക് ബോർഡ് സാർ. ഈ വരച്ചിരിക്കുന്ന പടം എന്താണെന്ന് സാർ, ഇത് എവന്റെ അച്ചായി. നോക്കി ഒരു കാര്യം ചോദിച്ചാൽ കളിയാക്കരുതോ. എന്തിനാ ഈറ്റകൾ ഒരു 15 പിന്നാലെ 10-15 അങ്ങനെ ഓടുന്നത്? ഓരോരുത്തർക്ക് ഓരോ 15 കൊടുത്താൽ പറയുന്ന ഐറ്റൊക്കെ സുഖമായി കളിച്ചൂടെ? നോക്കിക്കേ, ഇത്ര അച്ചീവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതിന്റെ താഴെ കിട്ടിയാലും നമ്മൾ ഓക്കെ. നോക്കല്ലേ, റെഫറൻസ് ഇങ്ങനെ വേണം. നോക്ക്, മോഷൻ ബൂസ്റ്റർ. എന്താടാ മിനിമിറ്റ്? ആൺചെടി പൂർണ്ണമായി നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ കഞ്ചാവ് പരാഗണം നടക്കാനുള്ള സാധ്യതയുണ്ട്. പരാഗണം നടന്നാൽ അത് ഉപയോഗിക്കാൻ കൊള്ളാത്ത കഞ്ചാവായിട്ട് തീരും. ആ കഞ്ചാവ് പൂക്കളാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ, നമുക്കല്ല, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ. തിരുവനന്തപുരത്തേക്കുള്ളതാണോ? എന്തുവാ രാവിലെ ബിസ്ക്കറ്റിന് അതേ വെച്ചോ? എന്താ? ആൽബി ഫ്രം ചേർത്തല. നല്ല വിലപിടിപ്പുള്ള ഫോണാണല്ലോ കയ്യിലിരിക്കുന്നത്. ഇന്നലെ എന്റെ ഡാൻസ് കാണാവുന്ന അറബിയുടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരിക്കും. റബ്ബർ ബാൻഡ് ഇട്ടെന്ന് ഞാൻ എടുക്കാറില്ല. അതെ, എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ പറഞ്ഞു തരാം. എന്താണ് പ്രശ്നം? എനിക്കൊരു വലിയ പച്ചക്കറി തോട്ടമുണ്ട്. പക്ഷെ കാട്ടാനകൾ വന്ന് എന്റെ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ്. അയ്യോ, ഞാൻ എന്നിട്ട് പ്ലീസ് ആനെ ഇനി ഇങ്ങോട്ട് വരില്ലെന്നൊരു ബോർഡിൽ എഴുതിയിട്ട് തോട്ടത്തിന്റെ ഉമ്മർത്ത് തൂക്കിയിട്ടു. താൻ എന്ത് മണ്ടനാടോ? എന്താ അത്? ചിലപ്പോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആനയാണെങ്കിലോ മലയാളം എങ്ങനെ വായിക്കും? അത് ശരിയാണ്, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ശരിയാക്കി തരാം. ആനക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? മങ്കിയില്ലേ? ഓടോ, അത് ഒട്ടകത്തിനെ പറയണതാ. ആനക്ക് എലിഫന്റ്. ഇതാണ്ടോ എലിഫന്റ് നോക്കം. ഇനി ആന ശല്യം ഉണ്ടാവില്ല. ഓ, താങ്ക് യു. അല്ല, ഇനി വരുന്ന ആനക്ക് ഇംഗ്ലീഷും മലയാളവും നേരെ വായിക്കാൻ അറിയില്ലെങ്കിലോ? ട്യൂഷൻ കൊണ്ടേച്ചോ? അല്ല, അപ്പൊ ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? എടാ, ബാങ്കോ? അല്ല,
ഇപ്പൊ ഞാനും വരണ്ടേ? നീ എന്റെ കൂടെ ആ ബൈക്കിൽ. എടാ നിന്നെ വെച്ചോണ്ട് പോയ എന്നെ പോലീസ് ട്രിപ്പിൾസിന് നോക്കും. പോടം ഹൈഷ്, എന്തിനാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് ശരിക്കും ഒരു ഇതെങ്ങനെ അവിടെ മയങ്ങിയിരിക്കുവാണോ? ഇല്ല, ജീവനുണ്ട് ജീവനുണ്ട്. എന്തായാലും കൊന്നൊട്ടിച്ച് വെച്ചേക്കുമല്ലോ കേട്ടോ, വലിയ കാര്യം. വല്ല MDMA വെച്ച് വളവിട്ട പൂവല്ലോ കുടിച്ചു കാണും. ഒരാളെ വിളിക്കട്ടെ. ചേട്ടാ, അയാൾ ആരെയും വിളിക്കുന്നു? ബാബാ സുരേഷിനായിരിക്കൂടി. അയാൾ നമ്മളെ ഉപദ്രവിക്കോ? അയ്യേ, പുള്ളി വന്നാൽ നമ്മളെ പിടിച്ച് കാട്ടിൽ കൊണ്ടുപോയി വിടും. 2 ഉമ്മയും തരും. ഹലോ, ഫിറോസ്ക അല്ലേ? ആ, ഇവിടെ കൈ കെട്ടി വെച്ചിറങ്ങി ഓർഡർ